സ്കൂട്ടർ ഒന്നിന് അനന്തുവിന് കിട്ടിയിരുന്നത് 5000 രൂപ. കമ്മീഷൻ കൂടുതൽ കിട്ടാനാണ് കൂടുതൽ ആളുകളെ പദ്ധതിയിലേക്ക് ചേർത്തത് എന്ന് അനന്തു മൊഴി നൽകി. രാഷ്ട്രീയ നേതാക്കൾക്ക് 2 കോടിയോളം രൂപ നൽകിയത് കമ്മീഷനായി കിട്ടിയ 7.5 കോടി രൂപയിൽ നിന്നാണെന്നും കണ്ടെത്തി. കസ്റ്റഡി കാലാവധി തീർന്നതിനെ തുടർന്ന് അനന്തുവിനെ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. പാതിവില തട്ടിപ്പിലെ കോടികളുടെ കണക്കുകൾ പുറത്തുവരുന്നതിനിടയിലാണ് കമ്മീഷൻ ഇനത്തിൽ ലഭിച്ച തുക ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുമ്പിൽ അനന്തു കൃഷ്ണൻ വെളിപ്പെടുത്തിയത്. സ്കൂട്ടർ ഒന്നിന് അനന്തു കൃഷ്ണന് കമ്പനികൾ കമ്മീഷനായി നൽകിയത് 5000 രൂപ. 7.5 കോടിയോളം രൂപയാണ് അനന്തുവിന്റെ അക്കൗണ്ടിൽ കമ്മീഷനായി മാത്രം എത്തിയത്. ഈ പണത്തിൽ നിന്നാണ് രാഷ്ട്രീയ നേതാക്കൾക്ക് 2 കോടിയോളം രൂപ നൽകിയതെന്നും ചോദ്യം ചെയ്യലിൽ അനന്തു കൃഷ്ണൻ ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുമ്പാകെ വെളിപ്പെടുത്തി. കമ്മീഷൻ കൂടുതൽ കിട്ടാനായി സ്കൂട്ടർ ബുക്കിംഗ് കൂട്ടുകയായിരുന്നു. ഇങ്ങനെയാണ് കൂടുതൽ സ്ത്രീകൾ തട്ടിപ്പിനിരയായതെന്നും ഇതിൽ നിന്ന് വ്യക്തമാണ്. ആനന്ദ്കുമാറിന്റെ സായിഗ്രാം ട്രസ്റ്റിന് 1.71 കോടി രൂപയാണ് അനന്തു കൃഷ്ണൻ നൽകിയത്. ലാലി വിൽസന്റെ മാസം തോറും പണം വാങ്ങി 1.5 വർഷം കൊണ്ട് 47 ലക്ഷം രൂപയാണ് ലാലിക്ക് നൽകിയതെന്നും അനന്തകൃഷ്ണൻ വ്യക്തമാക്കുന്നു. കരാറുകൾ ഉണ്ടാക്കാൻ 2 തവണ ഡൽഹി ലാലി വിൽസന്റെ എത്തിയിരുന്നുവെന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. ഓഫീസ് ചെലവുകൾക്ക് മാത്രമായി 13 ലക്ഷം രൂപയാണ് അനന്തകൃഷ്ണൻ മാസം തോറും ചെലവാക്കിയത്. കടവന്ത്രയിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന ഓഫീസിൽ മാത്രം 40ഓളം ജീവനക്കാരുണ്ടായിരുന്നു. അതിനിടെ കസ്റ്റഡി കാലാവധി തീരുന്നതിനെ തുടർന്ന് അനന്തകൃഷ്ണനെ ഇന്ന് ക്രൈംബ്രാഞ്ച് സംഘം കോടതിയിൽ ഹാജരാക്കും. ആവശ്യമെങ്കിൽ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് അന്വേഷണ സംഘത്തിന്റേത്. ക്രൈംബ്രാഞ്ചിന് പുറമെ കേസിലെ കള്ളപ്പണ ഇടപാടുകളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം നീക്കിയതോടെ പാതിവില തട്ടിപ്പ് കേസിൽ ഇനി ആരൊക്കെ പ്രതിക്കൂട്ടിലാകുമെന്നതാണ് കാത്തിരുന്നു കാണേണ്ടത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.